കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, അലർജിയുടെ ഭാഗമായിട്ട് മൂക്കിനകത്തുള്ള സ്ഥലങ്ങളിൽ നീർക്കെട്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന നീർക്കെട്ട് മൂക്കടപ്പിന് കാരണമാവുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ണിന് താഴെയുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡിന്റെ പൂളിംഗ് അവിടെ ഉണ്ടാവുകയും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡാർക്ക് സർക്കിൾസ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അത് മാത്രമല്ല, അലർജിയുള്ള ആളുകൾ വളരെ കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് മൂക്ക് ചൊറിയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ഡാർക്ക് സർക്കിൾസ് വളരെ പ്രോമിനന്റ് ആയിട്ട് കാണാനും ഇത് കാരണമാവുന്നുണ്ട്. അലർജിയുടെ ബാക്കി ലക്ഷണങ്ങളായ തുമ്മല്, മൂക്കൊലിപ്പ്, അതുപോലെ കണ്ണിച്ചൊറിച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇത് ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ട്രിഗർ ഐഡന്റിഫൈ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പം ഡസ്റ്റ് അലർജി ആണോ അല്ലെങ്കിൽ പെറ്റ്സിന്റെ ഹെയർ കൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ ബെഡ്ഷീറ്റും തലേണ കവർ ഒരു 3 days കൂടുമ്പോഴെങ്കിലും നിർബന്ധമായിട്ടും ചൂടുള്ള വെള്ളത്തിൽ കഴുകേണ്ടതാണ്. അതുവഴി തന്നെ നമുക്ക് അലർജി ഇറിറ്റേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല മൂക്കിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. രാവിലെ എണീറ്റ് ഉടനെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മൂക്ക് കഴുകുക. അതുപോലെ തന്നെ ചെറിയ ഉപ്പിട്ട വെള്ളത്തിലും സലൈൻ നേസൽ വാഷ് ഒക്കെ ചെയ്യുന്നത് വഴി തന്നെ മൂക്കിനകത്തുള്ള നീർക്കെട്ടൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മൂക്കിടക്കൊക്കെ ചൊറിയുന്ന ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം ഉണ്ടാകുമ്പോൾ തന്നെ സ്കിന്ന് മാത്രമല്ല ജനറൽ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളിൽ അലർജിയുടെ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു വരുന്നതോടൊപ്പം തന്നെ കണ്ണിന് താഴെ കറുത്തു നിറം നല്ല രീതിയിൽ മാറി വരുന്നുണ്ട്. ആദ്യം നിങ്ങൾ റൂട്ട് കോസ് അനലൈസ് ചെയ്യുക. എന്താണ് റൂട്ട് കോസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ കണ്ണിന് താഴെ കറുപ്പ് നിറം ഉണ്ടോ എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.